എല്ലാവർക്കും 2026 ബജാജ് പൾസർ NS400ൻ്റെ ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത് ഡിസൈൻ വൈസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിമിലറാണ് പഴയ NS400ഉമായിട്ട്. ഒറ്റ ചേഞ്ചസ് വന്നിരിക്കുന്നത് നമ്മുടെ ഓവറോൾ എൻജിനിലുള്ള മാറ്റമാണ്. അതായത് 400cc നിന്ന് നേരെ 350cc ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന പെർഫോമൻസ് അല്ലെങ്കിൽ എൻജിൻ ക്യാരക്ടറിലുള്ള ചേഞ്ചസാണ് പ്രധാനമായിട്ടും. ബാക്കി കാര്യമായ ഒരു ചേഞ്ചസും ഈവൻ കളറിൽ പോലും അവർ ചേഞ്ചസ് കൊടുത്തിട്ടില്ല. 4 കളർ വേരിയൻറ്റ്സ് പഴയ പോലെ അവൈലബിൾ ആണ്. പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.82 lakhs ആണ് എക്സ് ഷോറൂം. ഡൽഹിയിൽ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് 2.10 lakhs ആണ്. കേരളത്തിൽ ഏകദേശം ഒരു 5,000 കൂടെ കൂടാൻ സാധ്യതയുണ്ട്. GST ബെനിഫിറ്റ് 40% നിന്ന് ടാക്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നേരെ 18% മാറ്റിയിട്ടുണ്ട്. കാരണം അണ്ടർ 350cc വരുന്ന എല്ലാ ബൈക്കുകൾക്കും 80% ആണ് ടാക്സ് വരുന്നത്. അത് വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ് നമുക്ക് റിഡക്ഷൻ കിട്ടുന്നത്. NS400C 2026 മോഡൽ 400cc മാറ്റി 349cc ആക്കിയിട്ടുണ്ട്. പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 40.6 PS തന്നെയാണ്. 33 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചെറിയൊരു നേരിയ കുറവ് ഇതിനകത്ത് വന്നിട്ടുണ്ട് 350 ആക്കിയപ്പോൾ. പക്ഷേ പെർഫോമൻസിൽ കാര്യമായ വലിയ വ്യത്യാസം തോന്നുന്നില്ല. 0 to 60 0 to 100 ഒക്കെ ഏകദേശം സിമിലർ പവർ ഫിഗേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. ക്യാരക്ടർ വൈസിൽ കുറച്ചുകൂടെ എൻജിൻ സ്മൂത്തായിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ടോപ്പ് എൻഡ് സ്പീഡ് പഴയതുപോലെ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻജിൻ ക്യാരക്ടർ വൈസ് കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്, ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എർഗണോമിക്സ് നോക്കാം. പഴയ ബൈക്കുമായിട്ട് യാതൊരുവിധ വ്യത്യാസവും 800 mm അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റി നേക്കഡ് സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലിൽ തന്നെയാണ് ഇതിൻ്റെ എർഗണോമിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് പെഗ് കുറച്ചൊരു റിയർ സെറ്റാണ്. ഹാൻഡിൽ ബാർ പൊസിഷൻ ഒരു അഗ്രസീവ് റൈഡിങ് സ്റ്റൈൽ ആണ് ഇതിന് ഓവറോൾ എർഗണോമിക്സ് വന്നിരിക്കുന്നത്. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്, 5.9 ആണ് എൻ്റെ ഹൈറ്റ്. വലിയ കംഫർട്ടും ഡീസൻ്റ് ആണ്. നമുക്ക് മെയിനായിട്ട് ഒരു സിറ്റി പ്ലസ് സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെച്ചിലുള്ള ഒരു റൈഡാണ് ഇതിന് കംഫർട്ടബിൾ ആകുന്നത്. വളരെ ക്വിക്ക് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആണ് ഇതിന് ആപ്റ്റ് ആകുന്നത്. അതല്ല നിങ്ങൾക്ക് ക്രൂസിംഗ് ആണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഡോമിനാർ 400 നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ലിങ്ക് പോലെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ, ബൈ.